look at you and it's easy to see you are that someone I've been trying to meet. Hey guys, welcome to Devu's Beauty Tips and Life Vlogs. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കുട്ടി ലൈഫ് വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം ഈ ഒരു ഓഗസ്റ്റ് 30 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഫൈനലി 25 വയസ്സായി ഗൈസ്. ഞാൻ ഫൈനലി ക്വാർട്ടർ സെഞ്ചുറി അടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബർത്ത്ഡേയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ബർത്ത്ഡേയുടെ കുറച്ച് ചെറിയൊരു സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചെറിയൊരു കേക്ക് മുറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകൾ കാട്ടിത്തരാനായിട്ടാണ്. ഒരുപാട് ഗിഫ്റ്റ്സ് ഒന്നുമില്ല, എങ്കിലും ഉള്ള ഗിഫ്റ്റ്സ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് നമുക്ക് ഒരാൾ നമ്മളെ ഓർത്തിരിക്കുക, നമ്മുടെ ബർത്ത്ഡേ ഓർത്തിരിക്കുക, നമുക്കൊരു ഗിഫ്റ്റ് തരിക എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ എന്താ അത് ഭയങ്കര സ്പെഷ്യലാണല്ലേ. അപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുമോ ചോദിച്ചാൽ കൊടുക്കും, കൊടുക്കില്ലേ ചോദിച്ചാൽ കൊടുക്കില്ല. ബിക്കോസ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നി, അങ്ങനെ ഒരു ബോണ്ടിങ് ഒന്നുമല്ലാണ് ഞാൻ ഗിഫ്റ്റ് എടുക്കുക. എന്നെ പോലെ ആയിരിക്കുമല്ലോ എല്ലാവരും എന്ന് ഞാൻ പറഞ്ഞില്ല, കുറേ ആൾക്കാരെങ്കിലും. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ഗൈസ്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് പേടിയുള്ളത് ഈ പ്രേത ഭൂത പിശാചുക്കളൊന്നുമല്ല. അതിലും നല്ല എന്താ പറയുക, നമ്മൾ പേടിക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർ തന്നെയാണ്. മനുഷ്യനാണ് മനുഷ്യനെ കണ്ടുകൂടാത്തത്, വേറൊരു മൃഗത്തിനോ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതലും പേടിക്കേണ്ട മനുഷ്യരെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്ന ആളുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് പേടിക്കേണ്ടത്. അതായത് നമ്മൾ ഈ ഓവറായിട്ട് വിശ്വസിക്കുന്ന, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് ഇരുന്നോളൂ, നിങ്ങൾക്ക് ആ രീതിയിലുള്ള പണികൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗിഫ്റ്റിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. അപ്പം നമ്മളെ ഓർത്തിരിക്കുക, അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലും നമ്മളെ ഓർത്തിരിക്കുക, നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാർ കാണും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റ് തരാത്തവർക്കൊന്നും എന്നോട് സ്നേഹമില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആ ആൾക്കാരിലും എന്താ പറയുക, നമുക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒന്ന് വിഷ് ചെയ്യുക അല്ലേ. ഒരു ബർത്ത്ഡേക്ക് വരുമ്പോൾ നമ്മളൊന്ന് വിഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര, നമ്മൾ പലരുടെയും വിഷ് എന്ത് ചെയ്യും, എക്സ്പെക്റ്റ് ചെയ്യാറുണ്ടായിരിക്കാം. എനിക്കിപ്പം എക്സ്പെക്റ്റേഷന് കാര്യങ്ങളൊക്കെ പോയിട്ട്, പണ്ടൊക്കെ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആളായിരുന്നു. അതൊക്കെ എനിക്ക് എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി, ഇങ്ങനൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ പണിയാണ് നിനക്ക് കിട്ടിയതെന്നൊക്കെ മനസ്സിലായ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാനെല്ലാം നിർത്തി ഗൈസ്. ഓക്കെ, ഞാൻ വെറുതെ ഒന്നിലേക്കും പോകുന്നില്ല. എന്തായാലും എന്താ പറയുക, എല്ലാം ഓരോ ന്യൂ ബിഗിനിങ് ആണ്. നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാകാം, സക്സസ് ഉണ്ടാകാം അല്ലേ. അപ്പം നമ്മൾ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ ഒരു സാധനത്തിലാണ് നമ്മുടെ മെച്യൂരിറ്റി ആയാലും നമ്മുടെ ലൈഫായാലും എല്ലാം ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ പ്രശ്നങ്ങൾ വേണമെങ്കിലും വന്നിട്ട് ലൈഫിൽ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഡൗൺ ആവാൻ. നമുക്ക് മനസ്സില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഡൗൺ ആവില്ല ഗൈസ്. നമുക്ക് അതല്ല അയ്യോ എനിക്കത് സങ്കടമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കണം, അങ്ങനെ ഇരുന്ന് പോയി. ഞാൻ അങ്ങനെ ഇരുന്നിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് കേട്ടോ. കാര്യം എന്താ അറിയോ, എക്സ്പെക്റ്റേഷൻ ആ ഒരു കാര്യം മാത്രമാണ്. നമ്മൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സങ്കടം. നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഹായ് ബൈ എന്നൊരു സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കി നേരെ ചൊവ്വാൻ നടക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ് എന്ന് പറയുന്നത്. കാര്യം നമുക്ക് സമാധാനം ഉണ്ടാവും. നമുക്ക് മറ്റൊരാളെ ഓർത്ത് നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യവുമില്ല, ഒരു പ്രശ്നമില്ല. വേണം നമ്മുടെ ഫാമിലി, അല്ലെങ്കിൽ നമ്മളോട് അത്രത്തോളം സിൻസിയറായിട്ടിരിക്കുന്ന ഫ്രണ്ട്സ് ആയാലും അല്ലേ, നമ്മളോട് അങ്ങനെയുള്ളവരൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കളയാതെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, അതേ പറയാനുള്ളൂ. പിന്നെ ഈ പറയുന്ന കണക്ക് നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിച്ചു എന്ന് വെച്ചിട്ട് അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കണം എന്നില്ല. ഓക്കെ, അതുപോലെ നമുക്കിപ്പോൾ ഒരാളോട് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യമായിരിക്കണമെന്നില്ല. അവർ ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ലായിരിക്കും. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും അവെയർ ആയിട്ടിരിക്കുക. നമ്മൾ ആരെയും ഓവറായിട്ട് നമ്മുടെ തലയിലെടുത്ത് വെക്കാതിരിക്കുക, ഓവറായിട്ട് നമ്മൾ ആരെയും സ്നേഹിക്കാതിരിക്കുക, വിശ്വസിക്കാതിരിക്കുക. അപ്പം ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല കേട്ടോ, ഞാനിങ്ങനെ വന്ന കൂട്ടത്തിലകം പറഞ്ഞു പോയതാണ് ഗൈസ്. കാര്യം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഭയങ്കര പോസിറ്റീവാണ്. നമ്മൾ എത്ര പോസിറ്റീവ് ആയാലും ചില സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡൗൺ ആയി പോകും. ബിക്കോസ് അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസിലൂടെ ആവാം നമ്മൾ കടന്നു പോകുന്നതും. ആ ഒരു നമ്മളെ ഡൗൺ ആക്കാണ്ട്, നമ്മൾ ഡൗൺ ആവാണ്ട് നമ്മളെ പിടിച്ച് നിർത്താൻ പറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നീ ഓക്കെ അല്ലേ ജസ്റ്റ് ചോദിക്കാൻ പറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിലായി പോയി വെച്ചോ, ആ ഒരു സാധനത്തിൽ നിന്ന് നമ്മളെ പിടിച്ച് രക്ഷിക്കാനൊന്നും എല്ലാവർക്കും ഒന്നും പറ്റിയെന്നൊന്നും പറയില്ല. കൂടെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ്, സിമ്പതി പറഞ്ഞ് അങ്ങനെ ആക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെയുള്ളതും ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ട്രൂ ലവ് അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാലും എനിക്കറിയില്ല. എന്താ പറയുക, കൂടെ നിൽക്കാനുള്ളൊരു മനസ്സ് മീൻസ് നമ്മളെ ആശ്വസിപ്പിച്ചില്ലെങ്കിലും പുറമേ നിന്ന് ഒരാൾ പറയുമ്പം എന്താ പറയുക,
ഒരു 10 നുണ ഈ കൂടെ നിന്ന ചങ്കിനെ പറ്റി പറയാതിരിക്കുക. അങ്ങനെയൊക്കെ കഴിവുള്ള ഒരാളാണ് റിയൽ ഫ്രണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടാകട്ടെ, നല്ല നല്ല ലൈഫ് ഉണ്ടാകട്ടെ. അപ്പോൾ വെറുതെ വീഡിയോ പറഞ്ഞ് കോളമാക്കുന്നില്ല, ചാളമാക്കുന്നില്ല, ഒന്നും പറഞ്ഞ് വാരി വാരി അറിയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഞാൻ പറഞ്ഞ പോലെ കുറേ ഒന്നുമില്ല, കുറച്ച്. അപ്പം എൻ്റെ കുറച്ച് സ്പെഷ്യൽ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. സ്പെഷ്യൽ ഫ്രണ്ട്സ് ഒന്നുമല്ല, എൻ്റെ തന്നെയാണ്, എൻ്റെ ഫാമിലിയാണ്. അങ്ങനെ എനിക്കിഷ്ടമുള്ള ആൾക്കാർ തന്നിട്ടുള്ള ഗിഫ്റ്റ്സാണ്. അപ്പോൾ ഒരുപാടൊന്നുമില്ല. ഫസ്റ്റത്തെ എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാ ഈ കവറിലിരിക്കുന്നതാണ് കേട്ടോ. അപ്പം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാൾ വാങ്ങി തന്നെയാണ്. എനിക്കെല്ലാം ഒത്തിരി ഇഷ്ടമുള്ള ആൾ വാങ്ങി തന്നെയാണ്. ഈ ഗിഫ്റ്റ് കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് തോനെ അടി കൂടിയിട്ടുള്ള ഒരാളാണ്. അതായത് ഞാൻ ഒരുപാട് പേരോട് അടി കൂടിയിട്ടുണ്ട്, ഒരുപാട് പേരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വാശിക്ക് കൂടുതലായിട്ടുള്ള ആളാണ് കേട്ടോ. ഇപ്പം ഞാൻ മാക്സിമം കൺട്രോളാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എഫക്റ്റാണ് സങ്കടം വരിക. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് എന്തെങ്കിലും ഹോർമോൺ പ്രശ്നം, സ്ട്രെസ് പ്രശ്നം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് ഒതുങ്ങിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ വീട്ടിലെനിക്ക് ദേഷ്യം പിടിക്കാതെങ്കിലും ഞാൻ മാക്സിമം നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അത്രത്തോളം ദേഷ്യം പേടിച്ച് അടി കൂടിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്താ അറിയോ, അടി കൂടി ഇനി ജീവിതത്തിൽ മിണ്ടില്ല എന്നൊക്കെ വിചാരിച്ചാലും 2 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് അതിനുള്ളിൽ ഞാനും മറന്നു പോകും, എനിക്ക് ഈ ഗിഫ്റ്റ് തന്ന പേഴ്സണും മറന്നു. അപ്പോൾ അത് ഗിഫ്റ്റ് എന്താണെന്ന് കാട്ടിത്തരാം. ഇതാണ് ഗിഫ്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനത്തെ കളറൊന്നും ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. ഒന്നെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ റെഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കിൻ കളറ്, അല്ലെങ്കിൽ ബ്ലൂ കളർ, അതായത് ജീൻസിൻ്റെ കളറ്, അങ്ങനത്തെയൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ആക്കിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ആക്കുന്നത്. എനിക്കെന്തോ ഇത് എന്നെ കൊണ്ടുപോയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ കൊണ്ടുചെന്നു വാങ്ങി. അപ്പം ഇത് വാങ്ങി തന്നെ ആരാ ചോദിച്ചാൽ എന്താ, എനിക്ക് അധികം നേരം ഒന്നും പിണങ്ങിയിരിക്കാൻ പറ്റാത്ത എൻ്റെ അച്ഛനെ വാങ്ങി തന്നെയാണ്. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാര്യം. ഞാൻ അവനെ പറ്റി പറയാനുണ്ടല്ലോ, അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് ഞാൻ വളരെ കുറച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ബർത്ത്ഡേ അല്ലാതൊക്കെ വാങ്ങിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റായിട്ട് അങ്ങനെയൊന്നും, കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാനൊരു സർപ്രൈസായിട്ട് കേക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് ഒത്തിരി നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു അവന് അങ്ങനെ ചെയ്തു കൊടുക്കണമെന്നും അങ്ങനെയൊക്കെ. അപ്പം എന്താ പറയുക, എൻ്റെ ബർത്ത്ഡേക്ക് അവൻ ഒരിക്കലും മറക്കാറില്ല. മീൻസ് അഥവാ അവൻ മറന്നാൽ കൂടി, അവൻ ഇച്ചിരി ലേറ്റായിട്ടാണ് അവൻ ഓർക്കുന്നതെങ്കിലും, ബോയ്സ് ആണല്ലോ പൊതുവേ നമ്മളെ ഗേൾസിനെ പോലെ ഇങ്ങനെ ഡേറ്റ്സ് ഒന്നും അങ്ങനെ ഒന്നും ഓർത്തൊന്നും വയ്ക്കുന്നില്ല. മറന്നാൽ കൂടി അവൻ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരും കേട്ടോ. അത് ഇതുവരെ അവൻ തെറ്റിച്ചിട്ടില്ല. അവന് ജോലി കൂലി ഇല്ലെങ്കിൽ കൂടി അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവന് കിട്ടുന്ന പൈസയിൽ നിന്ന് അത് 10 രൂപ ആയിക്കോട്ടെ, 20 രൂപ ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, അവൻ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരാറുണ്ട്. ഒരു മുട്ടായെങ്കിലും അവൻ എനിക്ക് വാങ്ങി തരാറുണ്ട് കേട്ടോ. അതുകൊണ്ടല്ല, അവൻ എനിക്കെന്തോ ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ പുള്ളിക്കാരൻ വീട്ടിലില്ല, വേറെടുത്ത് പോയേക്കാണ്. അപ്പം ഇതാണ് അവൻ വാങ്ങി തന്ന ഗിഫ്റ്റ് എന്നാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ്. ഒന്നുമല്ല, അവൻ ആ ഒരു മനസ്സ് തോന്നിയല്ലോ. അവൻ എന്നെ എല്ലാ ബർത്ത്ഡേക്കും അവൻ എന്നെ സർപ്രൈസ് ആക്കിയിട്ടുണ്ട്. എന്തോ എൻ്റെ ലക്കാണ് അവൻ, എനിക്ക് എൻ്റെ ജീവനാണ്. അപ്പം ഇതാണ് അവൻ വാങ്ങി തന്ന ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഞാനീ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഉടക്കാണ്. ഉടക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വൾഗറായിട്ടില്ല, ഉടക്കും. പക്ഷേങ്കിലും ഭയങ്കര അതിലേറെ സ്നേഹമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. എന്നെ ഈ പറഞ്ഞ കണക്ക് അടികൂടും വഴക്കിടും അതൊക്കെ ശരി. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ മൂന്നാമത്തെ ഒരാൾ കടന്നു വരാൻ, അടികൂടാൻ അങ്ങനൊന്നും ഞങ്ങൾ സമ്മതിക്കാറില്ല. അങ്ങനെയൊക്കെ കുറേയാണ്. അവനിത് ഈ വീഡിയോ അവൻ കാണാൻ ചാൻസ് കുറവാണ്. അവന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പുച്ഛമാണ്. പിന്നെ കാണാറൊക്കെ ഉണ്ടായിരിക്കും. കാണുന്നെങ്കിൽ കാണട്ടെ, കണ്ടാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും പറയും ഗൈസ്. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്നാണ് ചെരുപ്പ് നിൽക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലിറ്റർ വർക്കൊക്കെ ഉണ്ട്. ഇത് ചെന്നിട്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ട, അവനും പറഞ്ഞ രീതി കൊള്ളാം, എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഇതാണ്. അപ്പം എൻ്റെ സൈസ് 6ആണ്. അപ്പം ആർക്കെങ്കിലും എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരാണെങ്കിൽ 6 സൈസുള്ള ഫുട്വെയർ വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഞാൻ കാലിട്ടൊക്കെ വീഡിയോ എടുക്കുവാണെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് ഒന്ന്. അപ്പം അത് അങ്ങോട്ടേക്ക് മാറ്റിക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പണിയാവും ഗൈസ് ഇതൊക്കെ അടുക്കി വയ്ക്കാനായിട്ട്. പിന്നെ അടുത്തൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഒരു ഇതിനെന്താ പറയുക, മറ്റേ
കോളർ ഹെഡ്സെറ്റോ അങ്ങനെ എന്തെങ്കിലും എന്താ വയർലെസ് നെക്ക് ബാൻഡ്, സോറി ഗൈസ് എന്നോട് ക്ഷമിക്കും, എനിക്കിൻ്റെ പേരൊന്നും അറിയില്ല. നെക്ക് ബാൻഡ്. അപ്പോൾ ഇതും ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഓൾറെഡി എനിക്ക് ഒരെണ്ണം ഉണ്ട് കേട്ടോ, പിന്നെ ഗിഫ്റ്റ് കിട്ടിയല്ലേ, അത് ആദ്യം ഞാൻ യൂസ് ആക്കാറില്ല ഗൈസ്. കാര്യം എനിക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല, അതാണ് സത്യം. എങ്കിലും എനിക്ക് ഈ നെക്ക് ബാൻഡൊക്കെ യൂസ്ഫുൾ ആകും. കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ വർക്കൊക്കെ ചെയ്യുന്ന ഇടയിൽ കോൾ വന്നാൽ ഞാൻ മാക്സിമം ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാറില്ല, ഞാൻ ഫോൺ മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ അതിൽ ശ്രദ്ധിച്ചിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനൊരു സാധനത്തിനകത്ത് ഒരു നെക്ക് ബാൻഡ്. ഇത് ആക്ച്വലി ഞാൻ പൊട്ടിച്ചാണ് കേട്ടോ, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. വർക്കിംഗ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സാധനമാണ്. അപ്പം എന്തായാലും താങ്ക് യു തന്നതിന്. സാധനം ഇങ്ങനെ നിങ്ങളിടുക, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക, ഉത്തം. ഓക്കെ, ഇതാണ് സാധനം. താങ്ക് യു സോ മച്ച് ഇത് തന്നതിന്. ഇത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ ബ്ലേസ് സീരീസ് അങ്ങനത്തെ സംഭവം കൊള്ളാം. എനിക്കിഷ്ടമാണ്, എനിക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അധികം യൂസ് ആക്കാറില്ല എന്ന് വെച്ചാൽ എനിക്ക് ടൈം കിട്ടാറില്ല ഗൈസ്, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് കിട്ടിയത് ഫുള്ള് ഡ്രസ്സാണ് ഗൈസ്. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടുന്നത് എൻ്റെ ബർത്ത്ഡേക്കും എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടുന്നത് എന്താ അറിയോ, ഈ ഒരു ഡ്രസ്സാണേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എന്താ അറിയോ, ഈ ഒരു കളറ് എനിക്ക് ഈ ഒരു കളറില്ലായിരുന്നേ. ഇതിപ്പോൾ വീഡിയോയിൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല, നല്ല തിളങ്ങുന്നുണ്ടല്ലേ. അപ്പം വീഡിയോയിൽ എത്രത്തോളം ഇതായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഒരു ഡള്ള് കളർ പോലെ തോന്നുന്നുണ്ട്, അത് ഈ ലൈറ്റിൻ്റെ ആയിരിക്കാം. പക്ഷേ എന്താ പറയുക, ഇത് നേരിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ്, എൻ്റെ ഒരു അനിയത്തി എന്ന് പറയാം, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് കേട്ടോ അവളെ. അപ്പം അങ്ങനെ ഒരാൾ എൻ്റെ ആക്ച്വലി എത്രത്തോളം സ്പെഷ്യലാണോ അത്രത്തോളം എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവൾ തന്നെയാണ്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവളെ ഇഷ്ടമാണ്. ഈ ഒരു ഡ്രസ്സും അവൾക്ക് തോന്നിയില്ലോ, എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനമായിരുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇവളാണ് എനിക്ക് ഈ ഒരു ബർത്ത്ഡേക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടുന്ന ഇതാണ്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി സ്പെഷ്യലാണ് കേട്ടോ, എല്ലാ ഗിഫ്റ്റിനേക്കാളും ഇത് കുറച്ചും കൂടി സ്പെഷ്യലാണ്. അപ്പം എന്താ, ഇതൊരു ടൈപ്പ് എന്താ പറയുക, ഒരു ഗൗൺ ടൈപ്പ്, ഒരു ഫ്രോക്ക് ടൈപ്പ്, ഗൗൺ ടൈപ്പ്. ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ ഡ്രസ്സിൻ്റെ പേര് അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ പൊതുവേ അങ്ങനെ ഡ്രസ്സ് എടുക്കുക, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ എനിക്ക് തോന്നിയാലേ എടുക്കുള്ളൂ. എനിക്ക് അങ്ങനെയല്ല ഡ്രസ്സ് മോഡൽസൊന്നും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കാര്യം പൊതുവേ എനിക്ക് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഓർഡർ ആക്കും അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഇപ്പം അമ്മ അച്ഛൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ എടുത്ത് തന്നാലേ ഉള്ളൂ. അല്ല ഞാനായിട്ട് എനിക്കിപ്പം ചില തുണിക്കടയിൽ നമ്മൾ കയറുമ്പോൾ നമ്മളിങ്ങനെ ഇത് കൊള്ളാൻ തോന്നില്ല, അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്വാളിറ്റി ഒന്നും നോക്കില്ല ഗൈസ്. ഇതിന് എത്ര രൂപ എനിക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നത് ഞാൻ എടുക്കും. പക്ഷെ അമ്മയൊക്കെ ആകുമ്പോൾ ക്വാളിറ്റി സാധനമൊക്കെ നോക്കും, ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് എവിടുന്ന് വാങ്ങിയാണോ, ഇനി ഓൺലൈനിൽ നിന്ന് വാങ്ങിയാണോ അല്ലാതെ വാങ്ങിയാണോ എനിക്കറിയില്ല, പക്ഷേ സംഭവം അടിപൊളിയാണ്. എനിക്ക് ഡിസൈൻ ആയാലും ഈ പറഞ്ഞ പോലെ ഈ കളറാണ് കേട്ടോ, എനിക്ക് ഈ ടൈപ്പ് കളറൊന്നുമില്ല. എനിക്ക് കുറേ റെഡ് ബ്ലാക്ക് അങ്ങനെയുള്ള എല്ലാം കോമൺ കളേഴ്സാണ് ഗൈസ്. ഓക്കെ, അപ്പം ഈ റീസെൻ്റ്ലി ഉള്ള കുറച്ച് ഉടുപ്പങ്ങാണ്ടേ ഉള്ളൂ കുറച്ചെങ്കിലും വെറൈറ്റി കളേഴ്സ് ഉള്ളത്, കുറച്ചൊന്നും പറയാനില്ല ഗൈസ്, ഒന്നോരുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം. ഓക്കെ, അപ്പം അത് വൺ ഓഫ് മൈ ഫേവാണ്. ഓക്കെ, അപ്പം ഡ്രസ്സൊക്കെ പിന്നെ വൃത്തിയായിട്ട് മടക്കി വെച്ചാലേ പറ്റുള്ളൂ ഗൈസ്. അപ്പം മടക്കി വെച്ചാലേ എനിക്കുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനന്ന് ബർത്ത്ഡേയുടെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ ടൈമിൽ ഇട്ടതാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയൊരു വ്ളോഗ് കണ്ടിട്ടുണ്ടല്ലോ, വ്ളോഗല്ല ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് രാവിലെ ഒരെണ്ണം ഇടണമെന്ന് വെച്ചത്. സത്യത്തിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരെണ്ണം ഇല്ലേ, ആ ഒരു ഗ്രീൻ ടൈപ്പ്, അതിടണമെന്ന് വിചാരിച്ചു. പക്ഷെ മഴ കാരണം അന്ന് ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ 8ൻ്റെ പണിയായിരുന്നു, ഫുള്ള് രാവിലെ തൊട്ട് പണിയായിരുന്നു ഗൈസ്. അപ്പം അതുകൊണ്ട് അന്ന് അതിടാൻ പറ്റിയില്ല. അപ്പം വൈകിട്ട് എനിക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം ഇട്ടേ പറ്റുള്ളല്ലോ. ഇത് എന്താ പറയുക, എൻ്റെ ജീവൻ്റെ പാതി തന്നെയാണ്, മൈ ബെറ്റർ ഹാഫ്. അപ്പം ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്തത്. നല്ല മണമാണ് കേട്ടോ. പിന്നെ എന്താ ചോദിക്കാൻ, നല്ല എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്മെല്ല്, നല്ല സ്മെല്ലാണ്. അപ്പം ഇതും ഒരു ഫ്രോക്ക് ടൈപ്പ് ഗൈസ്. ഇതൊക്കെ എനിക്ക് ഷേപ്പ് ചെയ്താലേ പറ്റുള്ളൂ, വലുതാണ്. അന്ന് ഞാൻ ബാക്കിൽ ക്ലിപ്പൊക്കെ കുത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര എടുപ്പില്ലെങ്കിലും ഇടുമ്പോൾ നല്ല രസമാണ്, നല്ല ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ഈ വട്ടം കിട്ടിയ എല്ലാ ഗിഫ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗിഫ്റ്റ്സ് പൊതുവേ നമുക്ക് ഇഷ്ടപ്പെടും, എന്നാലും ഇത് അവർക്ക് ഉള്ള അവർ തന്നതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തുണിയാണ്, നല്ല സാധനം, സൂപ്പർ സാധനം. താങ്ക് യു. അപ്പം ഇതാണ് അടുത്ത ഡ്രസ്സ്. ഇനിയും ഉണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. അപ്പം ഇതൊന്നും ഞാൻ ഇട്ടൊന്നും നോക്കിയില്ല കേട്ടോ,
ഇതൊക്കെ എനിക്ക് ആൾട്ടർ ചെയ്യണം, എല്ലാം ഷേപ്പ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഇതാണ് ഇത് പറ്റുമെങ്കിൽ ഇതൊക്കെ ഞാനൊന്ന് ഇട്ടിട്ട് വീഡിയോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്സ് ലിങ്കിൽ ഇടാം. ഓക്കെ, അപ്പോൾ കാര്യം എനിക്കിത് ഇട്ട് നോക്കണം. അപ്പോൾ ഇതെനിക്ക് നല്ല നല്ല രസമുണ്ട് തോന്നുന്നല്ല, എനിക്ക് ചേരുന്നുണ്ടെന്ന് തോന്നും. അപ്പം ഇത് ആക്ച്വലി ഞാൻ ഓണത്തിന് ഞങ്ങൾ കറങ്ങാനൊക്കെ പോകുമ്പോൾ ഇടണമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. അപ്പം ഇതും എൻ്റെ ഏട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പം ഏട്ടൻ എന്താ പറയുക, ഞാൻ കുറേ വഴക്ക് പറഞ്ഞു കേട്ടോ. എനിക്കിതുപോലെ കുറേ ഡ്രസ്സ് എടുത്തു തന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് സങ്കടമായി, വെറുതെ പൈസയൊക്കെ കളയുന്നു. ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുമായിരിക്കും. എനിക്ക് പക്ഷേ അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എന്നെ വിഷ് ചെയ്താൽ മതി എന്നുള്ള സാധനമുള്ളൂ പണ്ട് തൊട്ടേ. പക്ഷെ ഇപ്പം എനിക്ക് അതുമില്ല, എന്നെ വിഷ് ചെയ്യണമൊന്നും കൂടിയില്ല. അപ്പം അപ്പം അങ്ങനെ അപ്പം കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു, കേക്ക് വാങ്ങി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം എനിക്കത് അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എന്നല്ല, ഞാൻ കരഞ്ഞു. ഇത് സംഭവം കിട്ടി സാധാരണ എല്ലാവർക്കും സന്തോഷമായിരുന്നു, എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നു. ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു, പിന്നെ ഞാൻ ഇരുന്ന് കരഞ്ഞു ഗൈസ്. പിന്നെ എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിട്ടിരിക്കുമ്പം എന്താ പറയുക, ഇപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്കിങ്ങനെ എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്നോടുള്ള സ്നേഹം കാണിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മളിപ്പോൾ അവരെ മിസ് ചെയ്യാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ശരി, പക്ഷേ അല്ലാത്ത ടൈം ആകുമ്പോൾ എനിക്ക് ഭയങ്കര കുറച്ചും കൂടി ഇമോഷണലി ചില ടൈം ഭയങ്കര വീക്കാണ് ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ അടുത്ത ഡ്രസ്സ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്തൊരു ഡ്രസ്സ് കിട്ടിയത്. അപ്പം ഇതും കൊള്ളാം അല്ലേ, ഇതെനിക്ക് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇതൊക്കെ കാര്യം ഞാൻ ഡ്രസ്സൊക്കെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഇടില്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കംഫർട്ടല്ല ഡ്രസ്സ്, ഞാനങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ തന്നെ കിട്ടുന്നതൊക്കെ എടുക്കാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. അതുകൊണ്ട് ഡ്രസ്സ് എന്താ പറയുക, ഒരുപാട് അങ്ങനെ യൂസാക്കി ഇതാക്കാറില്ല. എങ്കിലും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടണം, എന്നിടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗൈസ്. എങ്കിലും ഇതുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ, നല്ല തുണിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊരു ഫ്രോക്ക് ടൈപ്പ്. ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡ്രസ്സിൻ്റെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല ഗൈസ്. അപ്പം സാധനം എനിക്കൊരു തുണി ഭയങ്കര അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കളറും എനിക്കില്ല കേട്ടോ, ഒരു വെറൈറ്റി കളറാണ്. ഇതിൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഇങ്ങനത്തെ വള്ളിയുണ്ട്. എനിക്ക് ഇങ്ങനെ വള്ളിയുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്താ ചോദിച്ചാൽ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുകിൽ പിറകിൽ വള്ളി, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കെട്ടുന്നിടത്ത് വള്ളി, എന്തെങ്കിലും വേണം. പിന്നെ വേറൊരെണ്ണം ഒരു ക്രീപ്പ് ടോപ്പാണ്. അപ്പം നമ്മുടെ ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. അപ്പോൾ ഇതാണത്. ഇത്രയുള്ള സാധനം നിങ്ങളുടെ വീഡിയോയിൽ കാണുന്നത് എനിക്കറിയില്ല. ഇതാണ് ആക്ച്വലി ഈ ഒരു കളർ കോമ്പിനേഷനിലെ ഡ്രസ്സ് എനിക്കുണ്ട്, എങ്കിലും ജീൻസിൻ്റെ കൂടെ ഇടുന്ന ഈ ഒരു ടോപ്പ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഇല്ല കേട്ടോ. ഇത് എനിക്കിഷ്ടപ്പെട്ടു, എല്ലാം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സണലി എനിക്ക് എവിടെ ഇങ്ങനെ കുറച്ച് വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് ഈ ഒരു കളർ കോമ്പോ ആണ്, പെട്ടെന്ന് അറിയത്തില്ലേ. ഇവിടെ ഇങ്ങനെ കുറച്ച് വർക്ക്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വീനെക്കാണ് കേട്ടോ. എനിക്ക് വീനെക്ക് ടോപ്പ് കുറവാണ്, എനിക്ക് ഇല്ലെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്, ഇല്ലെന്ന് തോന്നുന്നു വീനെക്ക്. അപ്പോൾ ഇത് വീനെക്കാണ്, അപ്പോൾ എനിക്ക് കുറച്ച് ഇറങ്ങിക്കും, ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ടേ ഇറങ്ങി നിൽക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒന്നെങ്കിൽ അകത്ത് വൈറ്റ് ബനിയനോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സംതിങ് ചെയ്താലേ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇറങ്ങിക്കാൻ ഞാൻ ഒരുപാട് ഇറങ്ങുന്ന ഇഷ്ടമല്ല. അപ്പം ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇടുവാണെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാട്ടിത്തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്, ഒത്തിരി ഇഷ്ടപ്പെട്ടു, താങ്ക് യു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഡയമണ്ട് നെക്ലേസ് ഇല്ല ഗൈസ്, എനിക്ക് ഒരു ഡയമണ്ട് നെക്ലേസ് ഒന്നും വാങ്ങി തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഗിഫ്റ്റ് ഒന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജർ ഒരെണ്ണം വാങ്ങണമെന്നുണ്ടാണ്. അങ്ങനെ ഞാനൊരു C ടൈപ്പിൻ്റെ ഒരു സാധനം, ഒരു അഡാപ്റ്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പം അഡാപ്റ്റർ എന്നല്ലേ എന്നെ പറയാം, അത് ഇപ്പം ഇവിടെ ലൈറ്റിൽ കിട്ടിയേക്കാണ്. പിന്നെ ഇതാണ് ആ ഒരു കേബിൾ എന്ന് പറയുന്നത്. ഇത് എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങൂട്ടോ. കഴിഞ്ഞ വട്ടം ഒരു ഷൂ വാങ്ങി, ഒരു ഷൂ വാങ്ങി. അതിൻ്റെ അങ്ങോട്ടൊക്കെ എന്താ വാങ്ങി എനിക്ക് ഓർമ്മയില്ല, എങ്കിലും എന്തെങ്കിലും ഒരെണ്ണം ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യട്ടോ. കാര്യം ഐ എം എ സെൽഫ് ലവർ ആയതാണ് ഗൈസ്, എന്നെ അങ്ങനെ ആക്കിയതാണ്. പിന്നുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ
ഇതാ ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ട് ഗൈസ്, എൻ്റെ മുടി. ഓക്കെ, മുടിയല്ല ഗൈസ്, ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്ത ഒന്നാമത്തെ സാധനം. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇയറിങ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് പണ്ടേ ഈ സ്വർണ്ണക്കമ്മൽ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പണ്ട് സ്വർണ്ണക്കമ്മൽ ഊരാൻ വേണ്ടി കുതിക്കും. മീൻസ് എന്നല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും. അമ്മയ്ക്ക് ഇവിടെയുള്ള അച്ഛൻ്റെ ഫാമിലിയുള്ളവർക്കൊന്നും ഇതൊന്നും പണ്ട് ഇഷ്ടമല്ല, ഇങ്ങനത്തെ ഒന്നും ഇടാൻ ഇപ്പോഴും പലർക്കും ഇഷ്ടമല്ല കേട്ടോ. മീൻസ് ചന്തക്കമ്മലെന്നോ അങ്ങനെ എന്തൊക്കെ അവർ പറയാറുണ്ട് ഗൈസ്, ഞാനൊന്നും അതിൻ്റെ അറിയില്ല. അപ്പം ഇതാണ് കമ്മൽ, ഇതൊരെണ്ണം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വാങ്ങിയ കമ്മലൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് പിന്നെ കുറേ ആൾക്കാർ ആട്ടക്കാരുടെ കമ്മൽ എന്നൊക്കെ പറയാറുണ്ട് ഇവിടെയുള്ള കുറേ ആൾക്കാർ, അതും ഞാൻ മൈൻഡ് ആക്കാറില്ല ഗൈസ്. പിന്നെ മൂന്നാമത്തെയാണിത്, ഈ രണ്ടെണ്ണം ഞാൻ ഇട്ടു കേട്ടോ. ഇത് ഞാൻ കേക്ക് കട്ട് ചെയ്ത ടൈമിലിട്ടു, ഇത് ഞാൻ ഇന്നിട്ടു. ഇന്ന് ഞങ്ങളൊരു സ്ഥലത്ത് വരുന്നു, ഇന്നിട്ടു. ഇത് ഞാൻ ഇട്ടില്ല, ഇത് ശ്രീദേവിക്ക് ഓണത്തിനാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെച്ചു ഓക്കെ അമ്മ ഇട്ടിട്ട് ഞാനിടാന്ന്. ഇത് ഒരു കമ്മൽ, ഇതൊരു ബ്ലാക്ക് കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ അച്ചുളിനെ കൊണ്ടാണ് പോയത്, പക്ഷെ അച്ചുളിനെ പുറത്ത് വയ്ക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ടൈം എടുത്ത് നോക്കിയൊക്കെയാണ് എടുത്തത്. പിന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉള്ള ക്യാഷെല്ലാം ഞാൻ മുടിപ്പിച്ചിട്ടാണ് ഗൈസ് അന്ന് വന്നത്. എൻ്റെ സ്വന്തം പൈസയ്ക്ക് തന്നെ വാങ്ങിയതാണ്. ഓ മൈ ഗോഡ്, ശ്രീദേവി ഇത് വളച്ചു എന്ന് തോന്നുന്നു, ഒടിഞ്ഞു ഉണ്ട്. കുഴപ്പമില്ല, ഇടാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല ഗൈസ്, നല്ല നല്ല കമ്മലാണ് കേട്ടോ. അതിൻ്റെ വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു, റെഡ് ഗ്രീനൊക്കെ. പക്ഷേ എനിക്ക് ബ്ലാക്ക് ഈ ഒരു സിൽവർ കോംബോ ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഓക്കെ, ഇതാണ് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ഇതെനിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇത് ആരുടെയെങ്കിലുമൊക്കെ ഒരു കല്യാണം വന്നിരുന്നെങ്കിൽ, ഇതിന് മാരേജസിനൊന്നും ഞാൻ ഇപ്പോൾ പോകാറില്ല ഗൈസ്, അതും എനിക്ക് സമയം കിട്ടാറില്ല. ഇതാ ഈ ഒരു സാധനം, ഇതെന്തെങ്കിലും ഇടും, എന്തെങ്കിലുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്ത കുറച്ച് സാധനമാണ് ഇതൊക്കെ. പിന്നെ ഒരു സാധനം കൂടി വാങ്ങി, ഇതാ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ ഒരു കമ്മൽ വാങ്ങിയ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഈ കമ്മൽ എവിടെ നിന്ന് വാങ്ങിയ വെച്ചാൽ അഞ്ചലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ്. അപ്പം ഇതാ അവിടെ ഞാൻ ഇറങ്ങാൻ നേരത്താണ് ഇതാ ഈ ലിപ്സ്റ്റിക് എന്നെ മാടി വിളിച്ചു. ഇതൊരു ബോക്സ് ഇരുന്നു, ഞാൻ അങ്ങനെ അത് പോയി തുറന്നു നോക്കി, അതിൽ എന്താ ചോദിച്ചപ്പോൾ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് പറഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ എന്താ കുറേ ന്യൂഡ് ഷെയ്ഡ്. ഇതും ഒന്നല്ല ഗൈസ്, ഇത് ഞാൻ തോന്നുന്നു കേക്ക് കട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ എന്തോ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഇട്ടിട്ടുണ്ടായിരിക്കാം, കാര്യം ഞാൻ അന്ന് ഒഴുകാനായിട്ട് എടുത്തായിരുന്നു. ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഇട്ടില്ലെങ്കിൽ ഞാനൊരു ഷെയ്ഡ് ഞാൻ ഇട്ട് കാട്ടിത്തരാം. ഇവിടെ കാട്ടിത്തരാം, ഇവിടെ കയ്യിൽ കാട്ടിത്തരാം. ഒരു ന്യൂഡ് ഷെയ്ഡ് പോലൊക്കെ ഇരിക്കും. ഓക്കെ, ഇതാണ് ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര ക്വാളിറ്റി സാധനമൊന്നുമല്ല, ലോക്കൽ സാധനമാണ്. റേറ്റും കുറവായിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തല്ലേ, അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ, ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്ത ഗിഫ്റ്റുകൾ. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ തരാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചോളൂ കേട്ടോ. വേറൊരു സാധനം ഉണ്ട് ഗൈസ്, അത് എൻ്റെ കൈ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയാനായിട്ട് കാണിക്കാനായിട്ട് മറന്നത്. ഞാനത് ഇവിടെ കാണിച്ചേക്കാം, ഇവിടെ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. പേര് ഞാൻ പറയാം, സന്ധ്യ ചേച്ചി എന്നൊന്നും ഞാൻ വിളിക്കാറില്ല, ഞങ്ങൾ കുഞ്ഞുമോളെന്നൊക്കെയാണ് കേട്ടോ വിളിക്കാറ്. അപ്പം എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, അതായത് എന്നെക്കാളും മൂത്തയാണ്, എൻ്റെ ചേച്ചിയാണ്. മീൻസ് എന്താ പറയുക, രക്തബന്ധമല്ല, കർമ്മബന്ധം, ഹൃദയബന്ധമൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പം എന്താ പറയുക, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പം പുള്ളിക്കാരി അങ്ങ് കോട്ടയം ചങ്ങനാശ്ശേരിയാണ് ഗൈസ്, ചങ്ങനാശ്ശേരിയുടെ പുത്രിയാണ്. അപ്പം പുള്ളിക്കാരി എനിക്ക് വാങ്ങിത്തന്ന ഗിഫ്റ്റാണ്. പക്ഷേ സംഭവം ഇതുവരെ ഇങ്ങനെ എത്തിയിട്ടില്ല, പുള്ളിക്കാരി ഓൺ ദ വെയിലാണ്. അപ്പോൾ പുള്ളിക്കാരി വന്നാലേ ആ സാധനം കിട്ടുള്ളൂ. അപ്പോൾ അതെനിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അത് പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്നാലും നമ്മുടെ വീഡിയോ ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ആവും ഗൈസ് ഞാൻ അപ്ലോഡ് ആക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിപ്പം വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റുന്നത്. ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ, ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിയിട്ട് അത്രയും ദൂരത്തിരുന്നാലും നമുക്ക് വേണ്ടി സാധനം വാങ്ങിത്തരാൻ തോന്നുന്നു, അതൊക്കെ ഒരു ഭയങ്കര മൈൻഡാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആൾക്കാരെ പേടിയായതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങാനും ഒക്കെ എനിക്ക് പേടിയാണ്. പക്ഷേ ഈ വട്ടം കിട്ടിയ എൻ്റെ ഗിഫ്റ്റ്സില്ല, അതെൻ്റെ പേഴ്സണൽ സർക്കിളിലുള്ള, അതായത് ഞാൻ ഈ ഒരു ഇത്രയും ആൾക്കാരെയൊക്കെ ഏകദേശം ഞാൻ അടുപ്പിക്കാറുള്ളൂ. അതായത് അടുപ്പിക്കാറ് മീൻസ് പുറമേ ചിരിക്കും, കാര്യം പറയും ഒക്കെയാണ്. പക്ഷേ എൻ്റെ ലൈഫിനുള്ളിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഈ ഹൃദയത്തിനുള്ളിലേക്കൊക്കെ ഇറക്കുമെന്ന് പറഞ്ഞല്ലേ, അത് ഇത്രയൊക്കെ ആൾക്കാരാണ് കേട്ടോ. പിന്നെ കുറച്ച് പേരുണ്ട്, അവരുടെ വിഷസ് തന്നെ എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ. അവരുടെ വിഷസ്, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ സ്റ്റോറീസ് ഒക്കെ എനിക്ക് സ്പെഷ്യലാണ്. അപ്പം അങ്ങനെയും കുറേ പേരെന്നെ ഓർക്കുന്നുണ്ട്.
ഗിഫ്റ്റ്സ് മാത്രമല്ല ഗൈസ്. അപ്പം നമുക്ക് ഇപ്പം ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്താലേ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കും, അല്ലെങ്കിൽ ഒരു ലവ് നിലനിൽക്കും, അങ്ങനെയൊന്നുമില്ല ഗൈസ്. അപ്പം പക്ഷേ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് തികച്ചും സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ പറയുക, അതൊക്കെ അത്രത്തോളം മൈൻഡുള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേസ് ഉണ്ടെങ്കിൽ ഒരു മുട്ടെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവർക്കൊരു സന്തോഷമായിട്ട് നിങ്ങൾക്കൊരു സന്തോഷമായിട്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വിഷെങ്കിലും ചെയ്യുക കേട്ടോ. എത്ര ശത്രുക്കളോ എന്തോ ആയിക്കൊള്ളട്ടെ. അന്നും പറഞ്ഞ അത്ര ശത്രുക്കളെന്ന വിഷയമാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ മീൻസ് എന്താ പറയുക, നിങ്ങളുടെ കൂടെയുള്ള ഒരു കാര്യം മേ ബി അവർ നിങ്ങളുടെ വിഷ് എക്സ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയൊരു ഹാപ്പിനെസ് ആയിക്കൊള്ളട്ടെ കേട്ടോ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യാം. ദാറ്റ്സ് ഇനഫ് മോർ ദാൻ എ ഗിഫ്റ്റ് സംടൈംസ്. അങ്ങനെയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം നിങ്ങൾ വിഷാക്കാനും സ്റ്റാറ്റസ് സ്റ്റോറി, ഞാൻ പോലും സത്യം പറഞ്ഞാൽ സ്റ്റാറ്റസ് സ്റ്റോറീസ് ഒന്നും ഇടാറില്ല ഗൈസ്. പണ്ടൊക്കെ ഇടുന്ന ചവറ് പോലൊക്കെ ആൾക്കാരുടെ ബർത്ത്ഡേ, ഇപ്പോൾ ഒരു ദിവസം 5 പേരുടെ ബർത്ത്ഡേ ഉണ്ട്, 5 പേരുടെ സ്റ്റോറി ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ടൈം ഇല്ലാത്തതാണോ മൈൻഡ് ഇല്ലാത്തതാണോ എന്താ സംഭവം അറിയില്ല. ഞാനിപ്പോൾ അങ്ങനെ ഇടാറൊന്നുമില്ല. ചിലരുടെയൊക്കെ ഓർക്കുമ്പോഴൊക്കെ ഇടാറുണ്ട്, എന്ന് വെച്ചാൽ വേറൊരാളോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഫാമിലിയിലുള്ള, അതായത് നമ്മുടെ ഈ കൊച്ചു ഫാമിലിയിലുള്ള എല്ലാവർക്കും എൻ്റെ താങ്ക് യു സോ മച്ച്. പിന്നെ പുതിയതായിട്ട് ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വെൽക്കം. പിന്നെ ഇത് വലിയൊരു ഫാമിലി ഒന്നും ഇപ്പോൾ ആയിട്ടില്ല, പിന്നീട് വലിയൊരു ഫാമിലിയൊക്കെ ആവും കേട്ടോ. അപ്പോഴേക്ക് ഇപ്പോൾ ഉള്ളവരാരും എന്താ പറയുക, എൻ്റെ വെറുപ്പിൽ കൊണ്ട് പോവാതിരിക്കുക ഗൈസ്. അപ്പം കാര്യം ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയൊക്കെ അറിയുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്, എൻ്റെ സന്തോഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ മുടി വെട്ടിയിട്ടോ അങ്ങനെ ഉള്ളു പോയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ് ഗൈസ്. അപ്പോൾ ആ തുമ്പിൽ ആ ഒരു തീമ്പി കുറച്ച് മുടികളാണ് ഇവിടെ കിടക്കുന്നത്. അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമല്ലോ, നമ്മുടെ ചലഞ്ച് ഓൺ ദ വേ ആണ്. അപ്പം അതിനെ പറ്റിയൊന്നും ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ തൽക്കാലം പറഞ്ഞില്ല. നിങ്ങളോട് സംസാരിച്ചാൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പോകും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, സീ യു, ബൈ.